ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയം ജേണി. നമ്മുടെ ടോവിനോ നായകനായിട്ട് വരുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ 7 മണിക്ക് വരും എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഇതുവരെ സംഭവം വിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഈ കാത്തിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ കടകൻ എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ അതിന്റെ ഡയറക്ടർ സജിൽ അദ്ദേഹം അയച്ചു തരുന്നത് വാട്സപ്പിൽ. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അയച്ചുതരാന്ന് പറഞ്ഞാൽ ഞാനും പുള്ളിക്കാരനും തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ് എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ വൈഫിന്റെ സീനിയർ ആയിരുന്നു. മമ്പാട് കോളേജിലാണ് പഠിച്ചത്. മമ്പാടുകാരനാണ്, അത് നിലമ്പൂരുകാരനാണ്, എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. അപ്പൊ അതിന്റെ ഒരു ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. കാരണം പുള്ളിക്കാരൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും, അതുപോലെ ഫസ്റ്റ് ഒരു OTT ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കാടോരം എന്ന് പറഞ്ഞ സിനിമ. ഒരു ചെറിയ സിനിമയായിരുന്നു, പക്ഷെ നല്ല മൂവിയാണ്. അത് കണ്ട ആളുകൾക്ക് അറിയാം. നല്ല രീതിയിൽ ഡയറക്ട് ചെയ്തിരിക്കുന്ന, നല്ല സ്റ്റോറി, നല്ല സാമൂഹിക പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്ന നല്ലൊരു കിടലൻ സിനിമയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബിഗ് സ്ക്രീൻ മൂവിയാണ് കടകൻ. കടകന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, ആ പോസ്റ്റർ റിവീൽ ചെയ്തത് നമ്മുടെ സാക്ഷാൽ ലോകേഷ് കനകരാജ് ആയിരുന്നു. അറിയാലോ, ലിയോ സിനിമയുടെ ആ ഒരു 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 ഓളം, ആ ഒരു ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയത്താണ് അത് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇത് ശ്രദ്ധിക്കാതെ പോയി. പക്ഷെ പോസ്റ്ററൊക്കെ ഒരു രക്ഷയില്ലാത്ത കിടലും പോസ്റ്റർ ആയിരുന്നു. ഇതാണ് ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. സെക്കൻഡ് ലുക്കിലേക്ക് വരാം. ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനെ കിഡിലൻ എന്നാണ് പറയാനുള്ളത്. ഒരു രക്ഷയില്ല. അപ്പൊ അതൊരു സാധനമാണ് പുള്ളിക്കാരൻ തന്നിട്ടുള്ളത്. ഈ പോസ്റ്ററിൽ തന്നെ അറിയില്ല, നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു മാസ് സാധനമാണെന്നുള്ളത് അപ്പോഴേ നമുക്ക് ബോധ്യം ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആക്ഷൻ ഓറിയന്റഡ്, ഒരു പക്ക കൊമേഴ്ഷ്യൽ എന്റർടൈനർ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സാധനമായിരിക്കും അപ്പോഴും തോന്നിയിരുന്നു. ഒരു പക്ഷേ ലോകേഷ് അതുകൊണ്ട് തന്നെ ആയിരിക്കും, കാരണം പുള്ളിക്കാരൻ ചെയ്യുന്ന സിനിമകൾ മുഴുവൻ അത്തരത്തിലുള്ള ഒരു 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 ആക്ഷൻ, അടി ഇടി വെട്ടി വയലൻസ് ഈ മാതിരി സാധനമാണല്ലോ. സോ അതുകൊണ്ടാണോ പുള്ളിക്കാരൻ ഇത് ചെയ്തതെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സജിലിനോടുള്ള ഒരു പക്ഷെ ആ ഒരു കണക്ഷൻ ബന്ധമൊക്കെ ഉണ്ടായിരിക്കാം എങ്ങനെയെങ്കിലും ഒക്കെ. പക്ഷെ അതിനപ്പുറത്തേക്ക് പുള്ളിക്കാരൻ ഇത് റിവീൽ ചെയ്യാൻ കാരണം ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആ മാതിരി സാധനം ആയതുകൊണ്ടായിരിക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം പുള്ളിക്കാരൻ ഒരു ഒരു ഭയങ്കര അടിപൊളായിരിക്കുന്നു. അപ്പോ ഈ ഫസ്റ്റ് ലുക്ക് വന്ന സമയത്ത് ഈ ലിയോന്റെ തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇതിലത് വിട്ടുപോയി. പക്ഷേ സെക്കൻഡ് ലുക്ക് വന്നപ്പോ ഇതുപോലെ ഒരു മാരക സാധനം, സീരിയസ്ലി ഇതൊരു മാരക സാധനം. ഇതാണ് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ. എങ്ങനെയുണ്ട്? കിടിലൻ സാധനമാണ്. ഈ ഫസ്റ്റ് ലുക്കിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും ഒരു അടി ആണ് ചെയ്തിരിക്കുന്നത്. നല്ല പോസ്റ്റർ കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള. അതായത് നമുക്ക് ഈ ചില സിനിമകളുടെ പോസ്റ്റർ കാണുമ്പോൾ നമുക്കറിയില്ല ഇതൊരു പ്രോമിസിങ് ആയിട്ടുള്ള സാധനമാണ്. ആ പോസ്റ്റേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഒരു ബോധ്യം ഉണ്ടാവും. ഇത് കാണുമ്പോൾ ഇത് ഈ സംഭവം കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു, ആ ഒരു ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റിയാണ്. നല്ല ഒരു ഒരു കിഡിലൻ ഒരു ആക്ഷൻ മൂവിയുടെ ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരൊറ്റ ഒരു പിക്ചറിൽ അല്ലെങ്കിൽ ആ ഒരൊറ്റ പോസ്റ്ററിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്നുമില്ല, ഏതോ ഒരുത്തനെ താഴെയിട്ട് അടിച്ച് പഞ്ചറാക്കി നിൽക്കുന്ന നായകന്റെ ലുക്കാണ്. നോട്ടം വരെ കിടലായിട്ടുണ്ട്. ഈ നായകന്റെ പേര് എനിക്ക് വായിന്റെ തുമ്പിലുണ്ട്, എനിക്ക് കിട്ടുന്നില്ല. അറിയുന്ന ആളുകൾ ദയവായിട്ടൊന്ന് പറയുക. പുള്ളിക്കാരനെ ശരിക്കും ആരും യൂസ് ചെയ്തിട്ടില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നല്ലൊരു നടനാണ്. നല്ല രീതിയിൽ നല്ല സിനിമകൾ ചെയ്ത് നല്ല കഥാപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന യങ്സ്റ്റേഴ്സിന്റെ, അതായത് മുൻനിരയിൽ നിൽക്കുന്ന യങ്സ്റ്റേഴ്സിന്റെ കൂടെ കട്ടക്ക് നിൽക്കാൻ പറ്റിയ ഒരു നടനാണ് തോന്നാറുണ്ട്. ഒരു പക്ഷേ ഈ സിനിമ അത്തരത്തിലുള്ള ഒരു സിനിമ ആയിരിക്കാം. പുള്ളിക്കാരന്റെ അഭിനയം, ആ മികവിനെ, അല്ലെങ്കിൽ ആ ഒരു ഹീറോയിക് സംഭവം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു സിനിമയായിരിക്കാൻ തോന്നുന്നുണ്ട്. കാരണം രണ്ട് പോസ്റ്ററിലാണെങ്കിലും, ഫസ്റ്റ് ലുക്ക് ആണെങ്കിലും ഇപ്പൊ ഈ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിലാണെങ്കിലും ആ ഒരു ഹീറോയിസം കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു നോട്ടം വരെ നല്ല കിടിലൻ സാധനം. പിന്നെ പിറകിൽ നിൽക്കുന്ന രണ്ടാളുകളാണെങ്കിലും നല്ല കള്ളി തുണി ഒക്കെ ഇട്ട് നിൽക്കുന്ന ആളുകളാണ്. താഴെ കിടക്കുമ്പോൾ പൊടി വാറുന്നുണ്ടെന്ന് പറയില്ല നമ്മൾ, അത്തരത്തിൽ ഒരു 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 ഉത്സവത്തിന്റെ അറ്റ്മോസ്ഫിയർ ആണ്. ഉത്സവം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു രൂപം നിൽക്കുന്നുണ്ട്. ആ രൂപം ഏത് രൂപം നമുക്കറിയില്ല, എനിക്കറിയില്ല പറയാൻ. ഇപ്പൊ നമ്മള് കാട്ടാളൻ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഉള്ള രൂപങ്ങൾ ഉണ്ടാവുമല്ലോ ഈ ഒരു എന്താ ഉത്സവത്തിന്റെ ഒക്കെ സമയത്ത്. അത് മാത്രമല്ല അപ്പുറത്ത് ശിവന്റെ ഒരു LED ചെയ്തിട്ടുള്ള ശിവന്റെ ഒരു രൂപം കാണുന്നുണ്ട്. സോ ഏതോ അമ്പലപ്പറമ്പിൽ നടക്കുന്ന അടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉത്സവത്തിന്റെ സമയത്ത് നടന്നിരിക്കുന്ന ഒരു അടി, പൊടി പാറിന അടി, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഫസ്റ്റ് ലുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹം കടകൻ എഴുതിയിട്ടുള്ള ഒരു പിറകിലുള്ള ഒരു എന്താ പറയുക ലോറി നമുക്ക് കാണാം. പണ്ട് ചെകുത്താൻ എഴുതിയ ലോറി ഉണ്ടല്ലോ, സ്ഫടികം, ആ ലോറി അവിടെ കാണാം. അപ്പൊ ഇദ്ദേഹം ഒരു ലോറി ഡ്രൈവർ ആയിരിക്കാം. ബാക്കിയൊന്നും നമുക്കറിയില്ല, സ്റ്റോറി വൈസ് കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഫെബ്രുവരി റിലീസ് ഉണ്ടാവും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫെബ്രുവരി 2024 റിലീസ്. പിന്നെ സജിൽ മമ്പാട് ഫിലിം, പ്രൊഡ്യൂസ്ഡ് ബൈ ഖലീൽ കേട്ടോ.
ഖലീൽ എന്ന് പറയുന്ന ആളാണ് ഇത് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കടത്തനാടൻ സിനിമാസ് ആണ് ഇത് ആദ്യത്തെ സംഭവത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, കടത്തനാടൻ സിനിമാസ് എന്നുള്ളത്. പിന്നെ ഇതില് വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള, അവരെക്കാൾ ഉപരി നമ്മുടെ സ്വന്തം DQ ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള വേഫർ ഫിലിംസ്, അവരാണ് ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റി വൈസ് മാത്രമല്ല, ഇതിന്റെ ഒരു വലിപ്പം അപ്പൊ നമുക്ക് മനസ്സിലാവും. ബജറ്റ് വൈസ് എങ്ങനെ വരുന്നുണ്ട്, അത്രമാത്രം വലിയ ബിഗ് ബജറ്റ് മൂവിയാണോ അതൊന്നും എനിക്കറിയില്ല. ബട്ട് ഈ വേഫർ ഫിലിംസ് ഒക്കെ ഇതിലേക്ക് വരിക, ലോകേഷ് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് റിവീൽ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ആ സിനിമയുടെ ഒരു സ്കെയിൽ ഒരു പക്ഷേ അത്യാവശ്യം വലുതായിരിക്കാം. ഇനിയിപ്പോ എത്ര ചെറിയ ബജറ്റിൽ ഇറക്കിയാലും എത്ര വലിയ ബജറ്റിലാണെങ്കിലും അതിന്റെ മേക്കിംഗ് അത്രമാത്രം ഉണ്ടാവും. അല്ലാണ്ടൊന്നും ദുൽഖർ ഒന്നും വെറുതെ കൊണ്ടുപോയിട്ട് കൈ വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള സാധനം തന്നെ ആയിരിക്കാം. അതിന് ദുൽഖറിനെ പോലെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതും പാൻ ഇന്ത്യൻ രീതിയിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള, തെലുഗു, കന്നഡ, തമിഴ്, ഹിന്ദി, ഇങ്ങനെ എല്ലാ ഭാഷയിലും പോയി ചെയ്തിട്ടുള്ള ഒരു നടൻ. നമ്മുടെ മലയാളത്തിൽ നിന്ന് തന്നെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാവുന്ന ഒരു പേരാണ് ദുൽഖർ സൽമാൻ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹമൊക്കെ ഒരു സിനിമ കണ്ട് അത് ഓക്കെ ആണ് തോന്നുമ്പോഴല്ലേ ഇത് ഓക്കെ ഞാൻ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം എന്ന് പുള്ളിക്കാരൻ പറയണമെങ്കിൽ അതിനുള്ള സംഗതി ഈ സിനിമയിൽ ഉണ്ടാവും തന്നെ എനിക്ക് തോന്നുന്നു. സജിൽ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടാവും തോന്നുന്നു. എനിവേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് വലിയ രീതിയിൽ ഈ പറയുന്ന പോലെ വലിയ നടന്മാരെ വെച്ച്, അല്ല ദുൽഖറിന്റെയും ടൊവിയുടെയും, അല്ലെങ്കിൽ ഫെബ്രുവരി റിലീസ് എന്ന് പറയുമ്പോൾ തന്നെ ഫെബ്രുവരിയിൽ വരാനിരിക്കുന്ന സിനിമ ഭ്രമയുഗം അടക്കം വരാനുണ്ട്. അപ്പം പിന്നെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്, അങ്ങനെ ഒരു പിടി ഭയങ്കരമായ പടങ്ങൾ വരാനുണ്ട്. ആ സിനിമയ്ക്ക് ഇടയിൽ ഈ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ ചെറിയ സിനിമയാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിൽ വേഫർ ഫിലിംസ് അടക്കം ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിലെന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കി കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിവേ സിനിമ വരട്ടെ, ടീസർ വരട്ടെ, ട്രെയിലർ വരട്ടെ, അപ്പൊ നമുക്ക് ഏകദേശം കുറച്ചും കൂടെ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എന്തായാലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടുകാരൻ ചെയ്യുന്നൊരു സിനിമ എന്നുള്ളതിൽ ഭയങ്കരമായിട്ട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഇത്തരത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള, എന്താ പറയാ, കാണുമ്പോൾ നമുക്ക് അതിനുള്ള സാധനം ഉണ്ടെന്ന് തോന്നുന്ന ഒരു നല്ലൊരു ഐറ്റം, ഈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇവർ തരുന്നതെന്നുള്ള ഒരു സന്തോഷം കൂടി ഉണ്ട്. നമ്മൾ ഈ പോസ്റ്ററെ കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, ഓക്കെ നമ്മുടെ നാട്ടുകാരാണ് എന്തോ ഒരു സിനിമ വെറുതെ ചെയ്യുന്നുള്ളതല്ല, അദ്ദേഹം ചെയ്യുന്ന പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഇത് കാണുമ്പോൾ ഉണ്ട്. സോ അതിൽ കൂടുതൽ സന്തോഷമുണ്ട്. എനിവേ ഓൾ ദ ബെസ്റ്റ് ടു കടകൻ എല്ലാ ആളുകൾക്കും, അതിലെ എല്ലാ മെമ്പേഴ്സിനും, സജിലിനും, അതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും വിഷ് യു ദ വെരി ബെസ്റ്റ്. എന്തായാലും തിയേറ്ററിൽ ഭയങ്കര ഹിറ്റ് ആവട്ടെ. ഇതിന്റെ ടീസറും ട്രെയിലറിനും വേണ്ടി കട്ട വെയിറ്റ് ചെയ്യുന്നു. അത് വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഇതിപ്പോ പോസ്റ്റർ മാത്രം നോക്കിയിട്ട് നമുക്ക് ഇതിനപ്പുറത്തേക്ക് പറയാൻ കഴിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. അതുപോലെ നിലമ്പൂരുകാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിനിമയെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളത് കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തതായിട്ട് കാണാം. കാണുന്നവരെ ടാര. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.